എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നിക്കണത് നാട് നീളെ നടന്ന് നാട്ടുകാരെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചിട്ട് നല്ലവനായ ഒരു ഉണ്ണിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാ. ഓനെന്നെ ജാഷി കാശി. എന്നാ പിന്നെ തുടങ്ങല്ലേ. അതിന് മുന്നേ നല്ലവനായ ഉണ്ണി എന്തൊക്കെയാ പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേട്ടോക്കാം. ഇതൊന്നും കണ്ടോക്കി. കുറെ ആൾക്കാര് റീനേം മെഡിസിറ്റിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് വൈകിച്ച് എനിക്ക് ശരിയായിരുന്നു, അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അത് അറിയാനുള്ള ആൾക്കാരെ തോരാ. എന്താണ് പോൻക്കാ ചെറിയ വരുന്നത്. അതാണ് ഇത്രയും കാട്ടി വെച്ചവും പോരാഞ്ഞിട്ടേ പോൻക്ക് ചെറി വരിക അത്രേ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ മുറിച്ചലും പിറ്റിയലൊക്കെ കാണുമ്പോഴേ ഞമ്മക്കാ ചെറി വരുന്നത്. ജാസിയെ അതാച്ച് മറന്ന്. പിന്നെ ഇജ്ജാന്റെ കാര്യം നോക്കി നടക്കുകയാണെങ്കിലേ ആശയല്ലാതെ വേറെ ഒരാളും എൻ്റെ പിന്നാലെ വരൂല. ഇജ്ജൊരാണ്, ഒരുത്തം ഗർഭാണ്, മൂലക്കുരുവാണ്, പിന്നെ അത് മുറിച്ചു മാറ്റി ഇങ്ങനെയൊക്കെ വന്ന് പബ്ലിക്കിൽ പറയുമ്പോഴേ അത് കേട്ടിട്ടേ പല്ലൊളിച്ചിങ്ങനെ നിൽക്കണ കുറേ എണ്ണം ഉണ്ടാവും. അതിലെന്തായാലും നമ്മളെ കൂട്ടണ്ട. അല്ല ഇപ്പം ഞാനതല്ല ആലോചിക്കണേ. ഇപ്പം എവിടെ പോയി എൻ്റെ സീരിയസ്ലി? മറ്റേതാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു സീരിയസ്ലി അതുണ്ട്, സീരിയസ്ലി അതില്ല. ഇപ്പൊ അതൊക്കെ എവിടെ? ഒരു വാക്കുകൊണ്ട് പോലും കേൾക്കാമല്ലോ. എന്നാലും എന്നെ ഒരു കാര്യത്തിലേ സമ്മതിച്ചുക്കണു. കേരളത്തിൽ മൊത്തേ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് ചർച്ചയാക്കിയില്ലേ ഇജ്ജ് വല്ലാത്തൊരു ഭയങ്കരനാട്ടോ. എങ്ങനെ ഇതൊക്കെ സാധിക്കണ്? എന്നാ പിന്നെ നല്ലവനായ ഉണ്ണിന്റെ ബാക്കി കൂടി കേൾക്കാല്ലേ. ഇതൊന്ന് കണ്ടോക്കി. എന്റെ ലൈഫിൽ നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീയായി മെല്ലെ ആ സ്ത്രീയിലേക്ക് ഞാൻ വരുന്നത്, ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരെ കുറെ ആൾക്കാർ ട്രോളുന്നു. എനിക്ക് അസൂയ, സത്യം പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം അസൂയ. എന്തിനാണ് ഇങ്ങനെ എത്രത്തോളം അസൂയ? ദയവ് ചെയ്തിട്ടേ ഓനെ കണ്ടിട്ട് ആരും അസൂയപ്പെടരുതേ. അത്രക്കും സത്യസന്ധമായ ജീവിതമല്ലേ ഓല് ജീവിക്കണേ. ഏത് കോൽക്കളി ജീവിതേ. മര്യാദക്ക് പൊയ്ക്കൊച്ച്. അല്ല എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ടത്? ഈ ആണുമായിട്ടുള്ള കോപ്രായ കളിയോ? അതൊന്നുമല്ല. അതിന് പറ്റിയൊരു കൊറ്റന്താടിനെയും കിട്ടിക്കണു. ഇനിയിപ്പോൾ ജാസി ആട്ടിയാലും തച്ചാലും ഓൻ പോകൂല. ഓൻ്റെ സ്വർഗം എന്തായാലും ഒരു ആണിൻ്റെ പാവാടത്തുമ്പിലായി. ഇതൊന്നല്ല അവൻ്റെ ഇപ്പോഴത്തെ പ്രഹസനം. എന്തൊക്കെയാണ് ഈ കാട്ടണത്? നെഞ്ഞത്ത് 2 ഇഡ്ഡലി വെച്ചിങ്ങാണ്. ഇപ്പോൾ എനിക്ക് നടക്കാനും വെജ്ജാ, ഇരിക്കാനും വെജ്ജാ. വല്ലാത്തൊരവസ്ഥ തന്നെ. എന്നിട്ട് അതിന് ജനങ്ങൾ മൊത്തം ദോയം ചെയ്യണത്രേ. അൻ്റെയൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടേ ഓരോന്ന് ഫിറ്റ് ചെയ്തിട്ടേ അതിജ് പൊതുവായിട്ടുള്ളൊരു കാര്യമാക്കണ്ട. അതിജ് വെച്ചിക്കണ എന്തിനാന്നേ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കണു. ഒരു തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു തെറ്റ്. പിന്നെ വേറെ ഒന്നുണ്ട്, മറ്റേ പാൽക്കുപ്പി ആവശ്യമില്ലേ ഓനക്ക് വേണ്ടിയിട്ട്. പാലില്ലാത്ത 2 കുപ്പിയും വെച്ചിട്ടേ എന്താവും ഓൻ്റെ പ്രഹസനം. പേയ്ക്കോളിയും കുണ്ടന്മാരെ ഓലെ പാൽക്കുപ്പിയും പാലില്ലാത്ത കുപ്പിയും. പിന്നെ അതുമല്ല, ഇവനക്ക് ആദ്യം ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അത് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുത്തിന്ന്. അത് ഏതാ കച്ചവടം എന്നല്ലേ? ഇതൊന്നും കണ്ടോക്കി. സാധാരണ ദുബായിൽ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് പുഷ്പ്ര കൊണ്ടുവരുന്നല്ലേ. ഇന്ന് പുഷ്പ്ര ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവര് തീർച്ചയായിട്ടും വൺ ടൈം ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യും. ഇത് കണ്ടില്ലേ, ഇതാണ് കച്ചവടം. എന്താണ് പുഷപ്പോ ഐജമ്പോ അങ്ങനെ എന്തോ ഒരു ബ്രാ. ഇനിയിപ്പോൾ കച്ചവടമൊക്കെ വേറെ ലെവലാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇനി ഇട്ട് കാട്ടി കൊടുക്കാലോ. അതിനല്ല എത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് അത് ഫിറ്റ് ചെയ്തിക്കണ്. അപ്പൊ എല്ലാരും മനസ്സിലായിക്കോളിയും സാമാനം ചെത്തിയതല്ല, 2 ഇഡ്ഡലി ഫിറ്റ് ചെയ്തിക്കാണ്. ഇപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിക്കണ എന്താ അറിയോ? മണിനാഥം നിലച്ചൂന്ന്. സുഹൃത്തുക്കളെ, അത് അങ്ങനെ ഇങ്ങനെയൊന്നും നിലക്കൂല. ആ മണിമുഴക്കം അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇവന്റെ പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണി മുഴക്കിയിട്ട് സെന്റിമെന്റൽ പിടിക്കുക. എന്തോ അണ്ടി പോയ ആണിന്റെ മാതിരി അലാക്കിന്റെ സെന്റിയൊക്കെ. ഇതൊന്നും നോക്കി. ഒന്നും പോയിട്ടില്ല. ഇതൊക്കെ വെറും പ്രഹസനം മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കാണി. ഒരു അണ്ടി പോയ ആളാണ് ഇങ്ങനെയൊക്കെ കാട്ടുക. നിൽക്കണു, ഓടണു, കറങ്ങണു, എന്തൊക്കെയാ ഈ കാണിക്കണേ. ഈ മല്ലന്റെ അണ്ടിയൊന്നും പോയിട്ടില്ല. ചിലപ്പോൾ ഒന്നും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അമ്മാതിരി സാധനമാണ്. അതൊക്കെ പോട്ടെ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടേ പെണ്ണാണെന്ന് ചോദിച്ച ആളാ. ഇതൊന്നും ഉണ്ടോക്കാണ്. ഞാൻ പൊട്ടിടുന്നതുകൊണ്ട് മോൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ മോള് ചോദിച്ചു ജാസി ആണാണെന്ന് ചോദിച്ചാൽ അല്ല, പെണ്ണാണെന്ന് ചോദിച്ചാൽ അല്ല. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തിരിച്ചു ചോദിക്കണം. മോള് പെണ്ണാണോ? ജാസി, എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ജാസി അത് മോള് പറയുന്നതല്ലേ. ഇപ്പൊ മോള് എന്നോട് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻസ് മോള് പറയുന്നതാണ്. ഞാൻ പെണ്ണാണെന്നുള്ളത് തെളിവ് എന്താ ഉള്ളത്? മോള് പെണ്ണാണെന്നുള്ളത് തെളിവ് എന്താ ഉള്ളത്? അയ്യടാ, ഓൻ്റെ ഒരു ആഗ്രഹേ. കൊലാകാരന്റെ ആഗ്രഹം നോക്കി ഇപ്പൊ ഓനക്കണ്ട് കാട്ടിക്കൊടുക്കണം. അതാണോ ഉദ്ദേശിക്കണേ? ഇതാ പറയണേ ഇവനെ ഒന്നാന്തരം ആണാണെന്നേ. അല്ലെങ്കിൽ ഓനക്ക് തെളിവ് കാട്ടിക്കൊടുക്കണത്രേ. കള്ളക്കുണ്ടൻ. ആ പെണ്ണിനെ കാണുമ്പോൾ തന്നെ അറിയാതെ ഒരു പെണ്ണാണെന്ന്. പക്ഷെ എന്നെ കാണുമ്പല്ലേ നല്ല ഒന്നാന്തരം കുണ്ടന്റെ മാരിണ്ട്.
ഓൻ്റെ ഒരു ഒലക്കമല സാരിയും 1 കിലോ പുട്ടിയും പിന്നെ സൽമാൻ ഖാൻ്റെ ബോഡിയും വെച്ച് വന്നിക്കുവാണ്. ഞാൻ പെണ്ണാണ് ഇജ്ജ് നല്ല ഒന്നാന്തര ആണാണ്. അതാ മുഖത്ത് എഴുതി വെച്ചുക്കുന്നു. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. പക്ഷെ ഒറ്റൊരു കാര്യം, ഞാൻ എന്റെ ജെൻഡർ എന്താണോ ലേഡി എന്നുള്ള ജെൻഡറിൽ ഞാൻ നിന്നു, ഞാൻ കല്യാണം കഴിച്ചു, ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിച്ചു, മോള് കുട്ടിയുണ്ട്, ഒക്കെ റെഡിയാണ്, മോള് പെണ്ണാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? അതാണ് എന്നോട് മോള് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. കുട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ജെൻഡറിന്റെ ഒരു റിപ്ലൈ ആണ്. കുട്ടി സംഭവം തന്നെ. കുട്ടി ആയതിന്റെ ശേഷം എത്രയോ പേര് ഉണ്ടാവുന്നു. ഈ കുണ്ടന്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ? കുട്ടികളും മക്കളൊക്കെ ആയിട്ടേ കല്യാണമൊക്കെ കഴിച്ചിട്ടേ നേരത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാലേ ഇവനക്കൊരു കണ്ണുകടിയാണ്. പിന്നെ എന്താ കുണ്ടൻ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് എത്ര ആൾക്കാർ ബോയ്സ് ആയിക്കണമെന്ന്? എത്ര പേരായിക്കണു? ആരും ആയിട്ടില്ല. അതെൻ്റെ ആഗ്രഹം മാത്രമാണ്. ഇവൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? പെണ്ണായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആണാകുക, ആണായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ പെണ്ണാകുക. അല്ലേ, ഇതെന്ത് കുണ്ടനാണ്? ആണായിട്ടിരിക്കണ ഓനെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുകയാണേ തെളിവ് എന്താണെന്ന്. അപ്പൊ തന്നെ ഓൻ്റെ ചെവിക്കല്ല് നോക്കിയിട്ടൊന്ന് കൊടുക്കണ്ടേ? പിന്നെ മേലാക്ക ഒരു പെണ്ണിൻ്റെ അടുത്ത് ഓനാ ചോദിക്കരുത്. ഇവനൊക്കെ ഇങ്ങനെ വിട്ടാലില്ലേ നാളെ മേലാക്കേ ഇവൻ പൊക്കി കാട്ടിത്തരും ചെയ്യും, ബാക്കിയുള്ളവരെ പൊക്കി നോക്കും ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവനൊന്നും ആരും ഒന്നും ചെയ്യൂലല്ലോ, ആരൊറ്റ ധൈര്യം കൊണ്ട് മാത്രം. പിന്നെ എന്തൊക്കെയാ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം. ജാസി ഓൾറെഡി ജെൻഡർ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ മെയിൽ ആണെന്ന് പറഞ്ഞു, പിന്നെ ഒരു കല്യാണം കഴിച്ചു, പിന്നെ അത് ഫീമെയിൽ, ഞാനൊരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ജാസിയുടെ ജെൻഡർ എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കടക്കം മലയാളികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡൗട്ടാണിത്. ഞാൻ ഒരു കാര്യം ഞാൻ ഇപ്പൊ ഇത് എന്റെ ജെൻഡർ ആണെന്ന് പറഞ്ഞ് ഞാൻ മെയിൻ ബോർഡ് ഒപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ ചോദ്യം മാത്രം ഞാൻ ഇങ്ങനെ തുണി മാടിച്ച് കാണിച്ചു കൊടുക്കണം. എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എന്തായി? ജാസിയെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, പിന്നെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചൂല. പക്ഷെ ഇജ്ജ് ചെയ്യൂല, അതിനെന്നെ തെറ്റു പറയാനും പറ്റൂല. ആരെങ്കിലും അവനെ കൊല പബ്ലിക്കായിട്ട് കാട്ടിക്കൊടുക്കൂ. പ്രത്യേകിച്ച് എൻ്റെ മാത്രം ദയവ് ചെയ്ത് കാണിക്കരുത്, അല്ലെങ്കിലേ വയ്യ. ഇനി അതും കൂടി കണ്ടിട്ടേ ഉള്ള ബോധം കൂടി പോകാൻ വജ്ജാഞ്ഞിട്ടാ. ഇജ്ജിപ്പോ ചെയ്യണ പോലെ തന്നെ ബാക്കിക്ക് വലിച്ചെട്ടിട്ടേ കൊലല്ലാന്ന് പറഞ്ഞ് നടന്നതാ. അതാണ് നല്ലത്. അജാതി ഡ്രാമയിലേ നടന്നുകൊണ്ടിരിക്കണത്. സത്യമായിട്ടൊരു കാര്യം പറയാം, ഇവന്റെ അണ്ടിയും പൊടുക്കൊന്നും എവിടെയും പോയിട്ടില്ല. അത് പോയി എന്ന് പറഞ്ഞിട്ടേ ജനങ്ങളെയും പറ്റിച്ചിട്ടേ അതുമാട്ടി നടക്കാണ് ഇപ്പൊ പണി. പിന്നെ ഇപ്പൊ ഈ കാണിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ സിമ്പതിക്ക് വേണ്ടിയുള്ള ഡ്രാമ. അതിന് വേണ്ടിയിട്ട് നെഞ്ഞത്ത് 2 ഇഡ്ഡലിയും വെച്ചുക്കണു. ജാസിയെ അനക്കൊരു ഉപദേശം തരാം. ഇജ്ജി പൊടുക്കും വെച്ച് ഇങ്ങനെ നടക്കണോടത്തോളം കാലല്ലേ അന്നെ എല്ലാവരും പറയും. അനക്കാണെങ്കിൽ എല്ലാവരും അന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പൊ പിന്നെ ഇജ്ജേ ഈ മണി അടിച്ച് നാട് നീളം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നോ? അപ്പൊ എന്തായാലും ഈ മണിമുഴക്കം ഇങ്ങനെ നിലക്കാത്ത നിലക്കേ ആ ഒരു ഈണത്തിൽ തന്നെ മറ്റൊരു കുണ്ടൻ നായ്ക്കളെ വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.